നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ രുചികരമായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന അവലൂസ് പൊടിയുടെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. നമ്മൾ അരി കുതിർക്കാനോ പൊടിക്കാനോ ഒന്നും നിൽക്കണ്ട. വളരെ എളുപ്പത്തിൽ അല്ലാതെ തന്നെ നമുക്ക് കിടിലൻ ടേസ്റ്റി ആയിട്ടുള്ള അവലൂസ് പൊടി നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഒട്ടും വൈകാതെ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണൂ. പോകാം റെസിപ്പിയിലോട്ട്. അവലോസ് പൊടി തയ്യാറാക്കുന്നത് ഞാൻ പുട്ടുപൊടി വെച്ചിട്ടാണ്. അപ്പൊ നമ്മൾ പുട്ടിന് പൊടി നനയ്ക്കുമ്പോൾ കുറച്ച് കൂടുതൽ നനച്ച് വെക്കുകയാണെങ്കിൽ ഒരു കിടിലൻ ടേസ്റ്റി ആയിട്ടുള്ള അവലോസ് പൊടി തയ്യാറാക്കാം. അതിനായിട്ട് പുട്ടുപൊടിയിൽ ഞാൻ അല്പം വെള്ളവും ഉപ്പിട്ടിട്ട് നനച്ച് ഒരു 20 മിനിറ്റ് സോക്ക് ചെയ്ത് കുതിർത്തി വെച്ചിരിക്കുന്നതാണ്. ഇപ്പൊ നല്ല സോഫ്റ്റ് ആയിട്ട് ഇവിടെ പുട്ടുപൊടി കിട്ടിയിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ഓരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഇട്ട് കൊടുക്കാം. 1.5 തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു തേങ്ങ ഫുള്ളും പിന്നെ ഒരു പകുതി തേങ്ങയും കൂടി ചിരകി മിക്സിയിലൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് ഒതുക്കി എടുത്തിട്ടുണ്ട്. അല്ലാതെ ആ ഒരു തരിതരിപ്പൊന്ന് ഒതുക്കിയെടുക്കാന്ന് മാത്രമേ ഉള്ളൂ. ഇതിലോട്ട് 1 ടീസ്പൂൺ ക്യുമൻ സീഡ്സ് ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ വെള്ളം കൂടി ഇട്ട് കൊടുക്കാം. ഈ എടുത്തിട്ടുള്ള എല്ലാ ചേരുവകളും നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ഈ പൊടി നനച്ചപ്പോൾ ഉപ്പ് ചേർത്തിട്ടാണ് നനച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഉപ്പിനി എക്സ്ട്രാ ഒട്ടും ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അവലോസ് പൊടി മിക്സ് ചെയ്യുന്ന രീതിയാണിത്. നമ്മൾ 2 കൈയും വെച്ചിട്ട് അത്യാവശ്യം വലിപ്പമുള്ള ഒരു പാത്രം എടുക്കുക. അതിൽ പൊടി ഇട്ടിട്ട് 2 കൈ കൊണ്ടും ഈ രീതിയിൽ തിരുമ്മി മിക്സ് ചെയ്തെടുക്കുക. അപ്പോഴാണ് ആ ജീരകവും എള്ളും നാളികേരത്തിന്റെ ഫ്ലേവർ എല്ലാം പൊടിയിലേക്ക് നല്ല പോലെ പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ മിക്സ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പൊ ഒരു 1.5 മിനിറ്റ് എടുത്തിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തിരുപ്പി നനച്ചെടുത്തിട്ടുള്ള ഈ പൊടി നല്ലപോലെ തട്ടിപ്പൊത്തിയതിനു ശേഷം ഒരു 20-25 മിനിറ്റ് ഒന്ന് അടച്ചു മാറ്റി വയ്ക്കാം. അപ്പൊ നമ്മൾ ചേർത്ത ചേരുവകളുടെ എല്ലാം ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആയിട്ട് വരാനാണ് ഈ രീതിയിൽ മാറ്റി വെക്കുന്നത് കേട്ടോ. ഏകദേശം ഒരു 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പൊടി വറുത്തെടുക്കാനായിട്ട് ഞാൻ ഉരുളിയിലോട്ട് മാറ്റിയിട്ടുണ്ട്. നമ്മൾ അവലോസ് പൊടിയൊക്കെ എപ്പോഴും വറുത്തെടുക്കുമ്പോൾ അടി കട്ടിയുള്ള പാത്രം തന്നെ തിരഞ്ഞെടുക്കാനായിട്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. കനം കുറഞ്ഞ പാത്രമാണെങ്കിൽ പൊടി അടിക്ക് പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ആദ്യത്തെ നമ്മൾ പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ആദ്യത്തെ ഒരു 10 മിനിറ്റ് പൊടി ഒന്ന് ഇളക്കി വറുത്തെടുക്കാനായിട്ട്. ആ പൊടിയുടെ പച്ചപ്പ് ഒന്ന് മാറി കിട്ടണവരെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് തുടരെ ഇളക്കി ഒന്ന് വറുത്തെടുക്കാം. പൊടി ഒന്ന് തുടരെ 10 മിനിറ്റ് ഇളക്കിയതിന് ശേഷം പൊടിയുടെ നനവൊക്കെ ഒന്ന് കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇനി സ്റ്റവിന്റെ ഫ്ലെയിം നമുക്ക് ലോ ടു മീഡിയത്തിന് ഇടയിലോട്ട് ഇട്ടിട്ട് വേണം ഇനി തുടർന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കാനായിട്ട്. അവലോസ് പൊടി ഇവിടെ ഒരു ഗോൾഡൻ കളറായിട്ട് പകുതി ഭാഗം വറവായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ലോ ടു മീഡിയത്തിന് ഇടയിലിട്ട് തന്നെ വീണ്ടും ഒരു 10 മിനിറ്റും കൂടി ഇളക്കി കൊടുത്താൽ അവലോസ് പൊടി ഇവിടെ തയ്യാറായി കിട്ടും. അവലോസ് പൊടി ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് തയ്യാറായി കിട്ടിയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ മൊരിഞ്ഞ് റെഡി ആയി വന്നിട്ടുണ്ട്. ഒരു 25 മിനിറ്റ് എടുത്തിട്ടാണ് നമ്മൾ ഈ അവലോസ് പൊടി തയ്യാറാക്കി എടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി ചൂടാറാനായിട്ട് അല്പം ഒന്ന് മാറ്റി വയ്ക്കാം. ഒരു പഴയകാല ഓർമ്മകൾ ഉണർത്തുന്ന ഒരു പലഹാരമാണ് അവലോസ് പൊടി. പണ്ട് കാലങ്ങളിൽ വീടുകളിൽ നമ്മൾ വിറകടുപ്പിലാണ് ഉരുളി വെച്ചിട്ട് ഈ അവലോസ് പൊടിയൊക്കെ നമ്മൾ തയ്യാറാക്കി എടുക്കാറല്ലേ. ഇപ്പൊ നമുക്ക് വളരെ കുറഞ്ഞ സമയം കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ട് അവലോസ് പൊടി നമുക്ക് ഈ രീതിയിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇതുവരെ ഈ രീതിയിലൊന്നും ട്രൈ ചെയ്ത് നോക്കാത്തവര് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ. വീണ്ടും തൊട്ടടുത്ത ദിവസം കിടിലൻ റെസിപ്പികളായിട്ട് വീണ്ടും വരുന്നത് വരേക്കും താങ്ക് യു.